നമസ്കാരം, ആരോഗ്യ സേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ നിധിനാണ് നമ്മോടൊപ്പം ഉള്ളത്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പരീക്ഷാ കാലമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ആശങ്ക നിറഞ്ഞൊരു കാലം, കുട്ടികളെക്കാട്ടുപരി പാരൻസിനായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കൂടുതലായ കുട്ടികളാണോ പാരൻസ് ആണോ ഈ പരീക്ഷാ പേടിയുമായി വരാറുള്ളത്? രണ്ടുപേരും, കാരണം ഒരു ഫാമിലി ആയിട്ടായിരിക്കും വരിക, പാരൻസും കുട്ടിയുമായിട്ടായിരിക്കും സാധാരണ വരുന്നത്. അപ്പോൾ പൊതുവിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനടുത്ത് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊരു ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമല്ലോ, അതായത് ഇപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അല്ലെങ്കിൽ പാരൻസ് തന്നെ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന ഹയർ എഡ്യൂക്കേഷനിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടണം. അത്തരത്തിൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം ഗോൾ രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് ഗോൾസ് എന്നും പറയും, അതുപോലെ തന്നെ കോമ്പിറ്റൻസി ലേണിംഗ് ഗോൾസ് എന്നും പറയും. ഇപ്പോൾ ഈ പെർഫോമൻസ് ഗോൾസ് ആണ് നമ്മുടെ ഔട്ട്കമ്മിനെ, റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഗോൾസ്. അങ്ങനെ നമ്മൾ ഔട്ട്കമ്മിനെ ബേസ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊരു സ്ട്രെസ്സും അതൊരു പ്രഷർ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് കാരണമോ അത് നമ്മുടെ പഠിക്കുന്നതിനുള്ള എഫിഷ്യൻസിയെ ബാധിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ലേണിംഗ് ഗോളുകൾ സെറ്റ് ചെയ്യുന്നതാണ് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ലേണിംഗ് ഗോളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പിറ്റൻസി ഓരോ ദിവസവും നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ലേണിംഗ് ഗോളുകൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ പരീക്ഷയുടെ ഈ ഒരു സ്റ്റഡി ലീവ് അല്ലെങ്കിൽ ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, വരുന്ന ക്വാളിഫയിങ് എക്സാം ആണെങ്കിലും അതിനുശേഷം വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആണെങ്കിലും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ സ്ട്രെസ്സ് ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അത് നല്ലൊരു എഫിഷ്യൻ്റായിട്ട് പഠിക്കുന്നതിന് എപ്പോഴും അതൊരു തടസ്സമായിരിക്കും എന്നാണ് നമ്മൾ പാരൻസും അതുപോലെ തന്നെ കുട്ടികളും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും ഈ കാലഘട്ടത്തിൽ വരുന്ന കുട്ടികൾ പറയുന്നൊരു ആശങ്ക എന്താണ്? ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻസ് എല്ലാവരെക്കുറിച്ചും പാരൻസിന് വളരെ ഹൈ ആണ്. അപ്പോൾ ആരും അവരുടെ മക്കൾ അവർ റിയലിസ്റ്റിക് വേയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പല പാരൻസും പറയുന്നത്, ഞാൻ കുഞ്ഞായിരുന്നപ്പം എനിക്കൊന്നും ഇതിനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു, എൻ്റെ കുട്ടികൾ അങ്ങനെ വരരുത്, എനിക്കന്ന് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ വരരുത് എന്നുള്ളതാണ്. ആക്ച്വലി ഓരോ കുട്ടിക്കും അവരുടേതായ ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി ആ കുട്ടി വിചാരിച്ചാൽ കൂട്ടാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ പാരൻസ് ഇവരുടെ ഉള്ളിൽ ഒരു പ്രഷർ ചെലുത്തുന്ന സമയത്ത് അത് ഇവരുടെ ഉള്ളിൽ വലിയ സ്ട്രെസ്സായിട്ടാണ് കുട്ടികൾ പലപ്പോഴും കാണുന്നത്. അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5-6 കുട്ടികൾ വളരെ ടോപ്പിൽ പഠിക്കുന്നവരുണ്ടാവും, 5-6 കുട്ടികൾ ഒട്ടും പഠിക്കാത്തവരുണ്ടാവും, ബാക്കിയുള്ള കുട്ടികളായിരിക്കും ആ ഒരു സ്പെക്ട്രത്തിനിടയിൽ വരിക. അതൊരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു നാച്ചുറൽ റിയാലിറ്റിയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏത് എബിലിറ്റിയാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിലാണ് അവരെ പ്രൊമോട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ശ്രമിക്കേണ്ടത്. അല്ല നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ ഓവറായിട്ട് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്തങ്ങ് പോകും. അവർക്ക് വേണ്ടുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റോ ഉണ്ടാവാത്ത രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ ഓവറായിട്ട് നമ്മൾ പ്രഷർ ചെയ്യരുത് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് അക്കാഡമിക് അച്ചീവ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്കോറിന് വേണ്ടിയിട്ട് നമ്മൾ ഓവറായിട്ട് പ്രഷർ ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ പാരൻസ് മാത്രമല്ല, ഇപ്പം ഡോക്ടർ സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്കൂളുകൾക്കും ഒരു ഗോളുണ്ട്, അവർക്ക് 100% വിജയം വേണം എന്നുള്ളത്. അപ്പം ആ ഒരു പ്രശ്നം കുട്ടികളിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിലും ഇത്തരത്തിലൊരു നമ്മളൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു അവബോധം കൊടുക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഞാൻ പോകുന്ന സ്കൂളുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് പോലെ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ആണ് അവർ കൊടുക്കുന്നത്. കാരണം അവർക്കൊരു റിയലിസ്റ്റിക് പെർസെപ്ഷൻ ഇല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷനാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ട്രെങ്ത് ഏതിലാണ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ് ഏതാണ് എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അതിന് കൂടുതൽ വർക്ക് ചെയ്യാനും അതിനെ ബാലൻസ്ഡ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഞാനൊരു സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനായിട്ട് പോയാലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പലപ്പോഴും ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നമുക്കിപ്പം മോട്ടിവേഷൻ നമുക്കിപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ പല മേഖലകളിൽ നോക്കിയാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ധാരാളം മോട്ടിവേഷൻസ് കാണും. അതൊന്നും നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല കുട്ടികൾക്ക് ഫിറ്റല്ല. അപ്പം വളരെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ ടോപ്പ് നോച്ച് എബിലിറ്റി ഉള്ള ജീനിയസ് ആയിട്ടുള്ള
ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക് ചെയ്യും. പക്ഷേ അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ വലിയ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കി. അപ്പോൾ അവർ ആ റിയലിസ്റ്റിക് വേയിൽ അപ്രോച്ച് ചെയ്യാനോ അവരുടെ പെർഫോമൻസ് മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് റിയലിസ്റ്റിക് വേയിൽ ശ്രമിക്കുന്നതാണ് എപ്പോഴും അവരെ ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഈ സ്ട്രെസ്സിൻ്റെ ഒക്കെ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും എക്സാം സമയത്ത്, സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരണം എന്നൊരു ഘട്ടം എപ്പോഴായിരിക്കും? ഇപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ തിരിച്ചറിയുക? ഇപ്പം ആങ്സൈറ്റി, അപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയ ആങ്സൈറ്റി ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഒരുപാട് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടോ, അതിന് പെർഫോമൻസ് ആങ്സൈറ്റി എന്നാണ് പറയുക. ഒരു ചെറിയ അളവ് വരെ ആങ്സൈറ്റി അത് ഹെൽപ്ഫുള്ളുമാണ്, അതിൻ്റേതായ പ്ലേസിൽ യൂസ്ഫുള്ളുമാണ്. കാരണം നമുക്ക് ഒട്ടും ആങ്സൈറ്റി ഇല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എക്സാമിന് ഒട്ടും സീരിയസ് ആയിട്ട് കാണില്ല. എന്തോ ഒരു എക്സാം അവിടെ നടക്കും, നമുക്ക് പോയി എഴുതാം, ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നമുക്കുണ്ടാവും. അത് എക്സാമിന് ഒരിക്കലും ഗുണകരമല്ല. പക്ഷെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എക്സാമിനെ കുറേ കൂടെ സീരിയസ് ആയിട്ട് സമീപിക്കാനും കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം എഴുതാനും ഹെൽപ്പ് ചെയ്യും. അതേസമയം ഈ ആങ്സൈറ്റി ആ സെർട്ടൺ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ സിംറ്റംസ് എന്തെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ കൈ വിറയ്ക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പോയിരുന്നിട്ട് തലകറങ്ങി വീഴുകയാണ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസോ പരീക്ഷയുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൗൺസിലിംഗ് എടുത്തുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്തിടത്തോളം കാലം ഈ ചെറിയൊരു പെർഫോമൻസ് ആങ്സൈറ്റി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കും. ഇതിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്തായിരിക്കും? കാരണം ഇപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ്സ് ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഷർ വന്നു, ഡോക്ടറെ കാണുകയാണ്, അപ്പോൾ അത് ക്യൂറബിൾ അല്ലെങ്കിൽ അത് പറഞ്ഞപ്പം സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ മെഡിസിൻ ഇല്ല, കൗൺസിലിങ്ങിലൂടെ മാത്രമാണല്ലോ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം അത് സാധിക്കും, അതൊരു ആ കുട്ടീൻ്റെ സ്ട്രെസ്സ് നമുക്ക് കളയാം അല്ലെങ്കിൽ ആ ഒരു പ്രഷർ മാറ്റാൻ എത്രത്തോളം ഡോക്ടർക്ക് സാധിക്കും? ഇപ്പോൾ അത് ഈ സിവിയർ കേസുകളാണെങ്കിൽ പലതരത്തിലുള്ള മാനേജ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിലൂടെ ആണെങ്കിലും പലതരത്തിലുള്ള സൈക്കോ തെറാപ്പി എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ അത് നമ്മൾ ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ളൊരു കുട്ടിയെ പല രീതിയിൽ നമുക്ക് ആ സ്റ്റേജ് ഫിയറിൽ നിന്ന് എക്സ്പോഷർ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രെസ് ലെവലിനെ പല രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്കോ പല ടെക്നിക്സ് ഉപയോഗിച്ച് അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരും. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പലതരത്തിലുള്ള സൈക്കോ തെറാപ്പി വഴി അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് കൗൺസിലിംഗ് വഴി അല്ലെങ്കിൽ സൈക്കോളജിക്കലി മാനേജ് ചെയ്യുന്നതിനപ്പുറത്തേക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കാട്രി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ആ രീതിയിലുള്ള സപ്പോർട്ടും കൂടെ കിട്ടും. മോസ്റ്റ് ഓഫ് ദി കേസിലും അത് വരുന്നില്ല, വളരെ റെയർ കേസിൽ മാത്രമാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. അല്ലാത്തിടത്തോളം ജനറലി നമുക്ക് കൗൺസിലിങ്ങിലൂടെ മോസ്റ്റ് ഓഫ് ദി കേസും മാനേജ് ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത്തരത്തിൽ പ്രഷർ അല്ലെങ്കിൽ അത്തരം സ്ട്രെസ് കൂടുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. കാരണം ഈ കോമ്പിറ്റൻസി വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്റ്റേറ്റിൽ എഡ്യൂക്കേഷൻ ലിറ്ററസി വളരെ കൂടുതലാണ്, അതനുസരിച്ചുള്ള കോമ്പിറ്റൻസിയും കൂടുതലാണ്. അപ്പം പാരൻസിൻ്റെ സൈഡിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷറും അവരുടെ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള പ്രഷറും അവർ മറ്റ് പിയർ ഗ്രൂപ്പ്, നൈബേഴ്സ്, റിലേറ്റീവ്സ്, കസിൻസ്, അപ്പോൾ അവരുമായിട്ടുള്ളൊരു കമ്പാരിസൺ വഴി ഉണ്ടാകുന്ന പ്രഷറൊക്കെ തന്നെ ഇത്തരത്തിൽ കൂടുതലായിട്ട് അവരെ സ്ട്രെസ്ഡ് ആക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.